ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. കർക്കിടക മാസത്തിലെ നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മലയാളികൾ കർക്കിടകം എന്ന പുണ്യമാസത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. 6 മാസം നീണ്ടു നിൽക്കുന്ന കർക്കിടക സംക്രാന്തിയിൽ നിന്നാണ് ദക്ഷിണായനം ആരംഭിക്കുന്നത്. അപ്പോൾ സൂര്യൻ തൻ്റെ ഓരോ രാശിചക്രത്തിലും മാറി മാറി സഞ്ചരിക്കുകയും അങ്ങനെ ഈ 6 മാസം കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു രാശി ചിഹ്നങ്ങളിലായി നീണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. കർക്കിടകം എന്നത് ബലിതർപ്പണം, രാമായണ പാരായണമൊക്കെ നടക്കുന്ന ഒരു പുണ്യമാസമാണ്. ഈ ഒരു മാസം 27 നക്ഷത്രക്കാർക്കും അവരവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ കൈവരുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് ഈ കൂറി വരുന്നത്. ഈ ഒരു കാലയളവിൽ ഈ നാളുകാരുടെ വരുമാനം വർദ്ധിക്കുകയും അവർക്ക് തൊഴിലിൽ പലതരം നേട്ടങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം ബന്ധുജനങ്ങളുടെ സഹകരണമുണ്ടാകും. കുട്ടികളുള്ളവർക്ക് അവരുടെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് സന്തോഷം വരികയും ചെയ്യാം. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ കഴിവിനെയും ആത്മവിശ്വാസത്തെയും ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങൾ നിൽക്കുന്ന മേഖലയിലും നിങ്ങൾക്ക് നല്ലത് വരുത്താൻ പറ്റിയ സമയമാണ്. എന്നാൽ ചെറിയ ചില രോഗങ്ങളെ നിങ്ങൾ കരുതിയിരിക്കുക, അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കുക. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടേക്കാം, എന്നാൽ അതത്ര തീവ്രമായതല്ല. രണ്ടാമതായി ഉള്ളതാണ് ഇടവക്കൂറുകാർ. അവർ കാർത്തികയുടെ അവസാന 3/4 ഭാഗവും രോഹിണി നാളും മകയിരത്തിൻ്റെ ആദ്യ പകുതിയുമാണ്. ഈ ഇടവക്കൂറുകാർക്ക് ഈ ഒരു സമയം അവരുടെ കടബാധ്യതയിൽ നിന്ന് മുക്തി ലഭിക്കുന്നതാണ്. അതായത് ചെറിയ കടബാധ്യതയാകാം, വലിയതാകാം, എന്നിരുന്നാലും കടബാധ്യതയിൽ നിന്നുള്ള ഒരു മുക്തി ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റുന്നൊരു സമയമാണിത്. ജീവിത പുരോഗതിക്കായിട്ട് അധ്വാനിക്കാനും ഈ ഒരു കാലയളവിൽ നല്ലൊരു സാമ്പത്തിക നേട്ടം കൈവരിക്കാനും ഇവർക്ക് പറ്റുമെന്ന് ഇവർക്ക് പ്രതീക്ഷിക്കാം. കലാ, സാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക്, അതായത് കലാകാരന്മാരായിട്ടുള്ളവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാനിടയാകും. അതോടൊപ്പം ബന്ധുക്കളുടെ സഹായങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. നല്ല നല്ല യാത്രകൾക്ക് അവസരമുണ്ടാകും. കൂടാതെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും സാധ്യതയേറുന്നുണ്ട്. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഉദര രോഗങ്ങൾ പ്രശ്നമായേക്കാം. ചെറിയ രീതിയിൽ കരുതിയിരിക്കുക. അതേപോലെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ശത്രുക്കളെ ഒന്ന് കരുതിയിരിക്കുക. മിഥുനക്കൂറ്. മകയിരം നാളിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദം നാളിൻ്റെ ആദ്യ 3/4 ഭാഗമാണ്. ഈ ഒരു സമയം ഈ നാളുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, പൊരുത്തക്കേടുകൾ ഉണ്ടായേക്കാമെന്നാണ് കാണുന്നത്. കുടുംബാന്തരീക്ഷം അത്ര സുഖകരമല്ല. വീട് വിട്ട് നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ പോലും ഇവർക്കുണ്ടായേക്കാം. എന്നാൽ വിദേശത്ത് ജോലിയുള്ളവർക്ക് ഈ സമയം അനുകൂലമായിട്ടാണ് കാണുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരാഗ്രഹിച്ച മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ട്രാൻസ്ഫർ ആകാം, അല്ലെങ്കിൽ അവരുടെ ജോലിയിലുള്ള പോസ്റ്റിലെ മാറ്റമാകാം. എന്നിരുന്നാലും അവർക്കൊരു അനുകൂല സാഹചര്യമാണ് കാണുന്നത്. അതേപോലെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സമയമാണ്. അവരുടെ ശത്രുക്കളെ അവർക്ക് ജയിക്കാനാകും. പ്രവൃത്തിയിൽ നല്ല രീതിയിൽ അവരുടെ പങ്കാളിത്തം കാഴ്ചവെക്കാനാകും. അതോടൊപ്പം തന്നെ അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാലയളവിൽ അന്യരുടെ കാര്യങ്ങളിൽ അധികം അങ്ങോട്ട് ഇടപെടുന്നത് ഈ നക്ഷത്രക്കാർ പരമാവധി ഒഴിവാക്കുക ഈ ഒരു സമയത്ത്. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന പാദം, പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കാർക്ക് ഈ ഒരു സമയം വരുമാനം വർദ്ധിക്കുമെന്നാണ് കാണുന്നത്. എന്നാൽ വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനോടൊത്ത് നല്ല ചെലവും കണക്കായിട്ട് ഉയരുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ജോലിസ്ഥലത്ത് നല്ല ഉയർച്ച ലഭിക്കുമെന്നും കാണുന്നു. ചില തീരുമാനങ്ങൾ ഇവരെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം ഈ ഒരു സമയത്ത്. എന്നാൽ അതിനെല്ലാം ഒരു നല്ല പരിസമാപ്തിയാണ് ഉണ്ടാകുന്നത്. തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അവസാനം അതൊരു നല്ല സമാപ്തിയിലായിരിക്കും എത്തിച്ചേരുന്നത്. കയ്യിലുള്ള പണമോ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഇവർക്കുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അല്പം സൂക്ഷിക്കുക. കാരണം അവ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നു. ഈ ഒരു കാലയളവ് ഇവർക്കുള്ള ശത്രുക്കളെ ജയിക്കാനാകും ഇവർക്ക്. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവരും നേരിടേണ്ടി വരാം.
കരുതലെടുക്കുക. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം നാളിൻ്റെ ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാരെ കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് ജോലിസ്ഥലത്ത് നല്ല നേട്ടമുണ്ടാകും ഈ ഒരു സമയത്ത്. എന്നാൽ ഇവരുടെ സംസാരം ഒന്ന് നിയന്ത്രിക്കുക. സംസാരം എന്നാൽ എന്താണ്? നാവിനെ ഒന്ന് നിയന്ത്രിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത്, അല്ലാതെ ചുമ്മാ നാവിട്ടലിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്, അതെല്ലാം ഒന്ന് നിയന്ത്രിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല പുരോഗതി ഉണ്ടാകും. കുടുംബസ്വത്ത് സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നം ഇവർ ഈ ഒരു സമയത്ത് നേരിടുന്നുണ്ടെങ്കിൽ അവരതിനെടുക്കേണ്ട തീരുമാനങ്ങൾ, അതിൻ്റെ തീരുമാനങ്ങൾ അവസാനം ഇവർക്ക് അനുകൂലമായിട്ട് വരുമെന്നാണ് കാണുന്നത്. എതിരാളികളെയൊക്കെ കരുതിയിരിക്കുക. ഈ സമയത്തുണ്ടാകുന്ന ബിസിനസ് യാത്രകൾ അത്യധികം ഇവർക്ക് പ്രയോജനം ചെയ്യും. അതോടൊപ്പം വീട്ടിൽ സന്തോഷത്തിൻ്റെ അവസരങ്ങൾ പലത് ഇവർക്കുണ്ടാകും. ഇവർ പ്രതീക്ഷിക്കാത്ത പല സന്തോഷത്തിൻ്റെ അവസരങ്ങൾ ഇവർക്ക് വീട്ടിലുണ്ടാകും ഈ ഒരു കാലയളവിൽ. ദാമ്പത്യം നല്ല രീതിയിൽ മെച്ചപ്പെടും. എന്നാലും ചെറിയ ചെറിയ രോഗങ്ങളെ ഒന്ന് കരുതിയൊഴിക്കുക, മുൻകരുതലെടുക്കുക. കന്നിക്കൂറ് കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും. കാലഘട്ടത്തിൽ കന്നിക്കൂറുകാർക്ക് ചെലവ് വർദ്ധിക്കും എന്നാണ് കാണുന്നത്. എന്നിരുന്നാലും ഇവർക്ക് പണനേട്ടം സാധ്യമാണെന്ന് കാണുന്നുണ്ട്. അതായത് പുതിയ വീട്, പുതിയ വാഹനം, അതൊക്കെ വാങ്ങാനായിട്ടുള്ള പദ്ധതികൾ ഈ ഒരു സമയത്ത് ഇവർക്ക് തയ്യാറാക്കാൻ പറ്റും. സമൂഹരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നല്ല നല്ല നേട്ടങ്ങൾ ലഭിക്കും. ബന്ധുക്കളുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിലൂടെ ചില മനസ്സിന് അസ്വസ്ഥമാകും എന്നാണ് കാണുന്നത്. രോഗങ്ങളെയൊക്കെ കരുതിയിരിക്കുക. തുലാക്കൂറ് ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ ഒരു സമയം ജോലിഭാരം വർദ്ധിക്കുമെന്നാണ് തുലാക്കൂറുകാരുടെ കാര്യത്തിൽ പറയേണ്ടത്. അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ചില തടസ്സങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരാം. ദാമ്പത്യ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകളും കാണുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ടുള്ള ചില തർക്കം, ബിസിനസ്സിൽ ചില നഷ്ടങ്ങൾ, അവയ്ക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്ന ആളുകൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. ഈ ഒരു സമയം ചെറിയ ചെറിയ മനോവിഷമങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. അതേ തുടർന്ന് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വളരും. താല്പര്യം വളർന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയോടോ ദൈവത്തിനോടോ പ്രാർത്ഥിക്കുക, അമ്പലങ്ങളിൽ പോവുക, വഴിപാടുകൾ കഴിക്കുക, ഭഗവാനോടടുത്ത് നിൽക്കുക. നിങ്ങളുടെ സമയം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു കാലയളവ്. വൃശ്ചികക്കൂറെന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒരു സമയം ചില ബന്ധങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ സഹായങ്ങൾ വരാം. അവർക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ശത്രുക്കളെ ജയിക്കാനാകും. ഈ ഒരു സമയം വിവാദം, തർക്കം അവയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക് കച്ചവടത്തിൽ നല്ല ലാഭ അവസരങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയിക്കുന്നവരുടെ സമയം നല്ല അനുകൂലമാണ്. നിങ്ങളുടെ ബന്ധം ഏതു തരത്തിലാണെങ്കിലും, അതായത് നിങ്ങളുടെ സ്നേഹബന്ധം ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് നീക്കാനാകും. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിവാഹത്തിലേക്കാണ് അടുത്തതായി പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊക്കെ ഒരു നല്ല സമയമാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയം. വൃശ്ചികക്കൂറിലുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു കാലയളവിൽ ചെറിയ ചെറിയ മാനസിക വിഷമങ്ങൾ അലട്ടിയേക്കാം. എന്നാലും ചെയ്യുന്ന ജോലിയിൽ ചെറിയ തടസ്സങ്ങൾ, അത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാലും നിങ്ങളുടെ സമയം ഇപ്പോൾ ഈ ഒരു കർക്കിടക സമയത്ത് അത്ര മോശ സമയമല്ല. വൃശ്ചികക്കൂറുകാർക്ക് അത്യാവശ്യം നല്ല സമയമാണിപ്പോൾ. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം. ഈ ഒരു സമയം നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ള ഫലങ്ങൾ ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ചില തടസ്സം നേരിടുന്നുണ്ട്. സാമ്പത്തിക ഇടപാടൊക്കെ അല്പം ശ്രദ്ധിക്കുക. ആരോഗ്യം ഒന്ന് സംരക്ഷിക്കുക. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ധനുക്കൂറുകാർക്ക് ഈ ഒരു കാലയളവിൽ സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഓഹരിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ ഒരു നേട്ടമുണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് ചില മാറ്റങ്ങളും ചില പുതിയ വരുമാന മാർഗങ്ങൾ തെളിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ആത്മീയപരമായിട്ടുള്ളൊരു താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു ധനുക്കൂറുകാർക്ക് ഈ ഒരു കാലയളവ്. മകരക്കൂറുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്രാടം ആദ്യ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. മകരക്കൂറുകാർക്ക് കർക്കിടക മാസ കാലയളവിൽ ജോലി രംഗത്ത് നല്ല നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പദവികളും ചുമതലകളും ഒക്കെ കൈവരും. മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല സമയമാണ്. കർഷകർക്ക് നല്ല സമയമാണ്, നേട്ടമുണ്ടാക്കാം. വ്യാപാരികൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നല്ല അന്തരീക്ഷം കാണുന്നു.
സാമൂഹികവും സാംസ്കാരികപരമായ രംഗത്തൊക്കെ പ്രവേശിക്കുന്ന ആളുകൾക്ക് നല്ല സമയമാണ്. ദാമ്പത്യ ജീവിതം നല്ല സന്തോഷകരമായിട്ട് കാണുന്നു. ആത്മീയതയിൽ അല്പം താല്പര്യം കുറച്ച് കൂടുതൽ വളരും. ഉള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതലുണ്ടാവും, ഇല്ലാത്ത ആൾക്കാർക്ക് താല്പര്യം വളരും. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും തലയിടാതിരിക്കുക. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നോക്കിയാൽ നിങ്ങളുടെ സമയം നല്ലതാണ് മകരക്കൂറുകാർക്ക്. കുംഭക്കൂറുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. കുംഭക്കൂറുകാർക്ക് ഈ ഒരു സമയം സാമ്പത്തികപരമായിട്ടുള്ളൊരു നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. നിങ്ങളുടെ എല്ലാ ജോലികളും ഉത്തരവാദിത്തോടെ ചെയ്യാനും പറ്റും. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം ഒന്ന് മെച്ചപ്പെടും. ജോലിയിൽ നിങ്ങൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് ഈ ഒരു കാലയളവിൽ സ്ത്രീകൾ കാരണം ചെറിയ ചെറിയ മനോവിഷമത്തിന് ഇട വന്നേക്കാം എന്നാണ് കാണുന്നത്. അതത്ര തീവ്രമല്ല. ആരോഗ്യകരമായ കാര്യം നോക്കുമ്പോൾ കണ്ണ്, വയറ് എന്നിവയുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉയർന്നു വന്നേക്കാം എന്ന് കാണുന്നു. അപ്പം അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുക. അവസാനമായിട്ട് ഉള്ളതാണ് മീനക്കൂറ്. മീനക്കൂറെന്ന് പറയുമ്പോൾ അതായത് പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതി രേവതി നാളുകാരാണ്. മീനക്കൂറുകാർക്ക് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് തൊഴിൽ രംഗത്ത് നല്ല നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ മൂന്നാമതോ നാലാമതോ ഒരാളിനെ അതിൽ കൊണ്ടുവന്നിട്ട് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കാതെ നിങ്ങൾക്ക് തന്നെ അത് എളുപ്പത്തിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് കാണുന്നു. ഏറ്റെടുത്ത ചുമതലകൾ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റും. ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല നേട്ടമുള്ള സമയമാണ്. അവർക്കുണ്ടാക്കാൻ പറ്റും നല്ല നല്ല നേട്ടങ്ങൾ. വിദേശ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും ജോലിയിൽ. കൂടാതെ സഹോദരങ്ങളുടെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടുമെന്നാണ് കാണുന്നത്. പ്രണയിക്കുന്ന ആൾക്കാർക്ക് നല്ല സമയമാണ് മീനക്കൂറിലുള്ളത്. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെയൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടതുണ്ട്.